ശിവായ. ഇനി നമുക്ക് ശിവപുരാണം 3-ാം പേജിലേക്ക് കടക്കാം. എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. മഹാദേവഭക്തരെല്ലാരും ശിവപുരാണം കേൾക്കുന്നുണ്ട് എന്ന് കരുതട്ടെ. ഇന്ന് നാം ശിവപുരാണത്തിന്റെ 3-ാം പേജ് വായിക്കാൻ തുടങ്ങുന്നു. ഇതിൽ സൃഷ്ടിയുടെ തുടക്കം, ബ്രഹ്മാവിന്റെ രംഗപ്രവേശം, മഹാദേവന്റെ സൃഷ്ടിസംബന്ധമായ തത്വചിന്തകൾ എന്നിവ വിശദീകരിക്കുന്നു. ഇന്ന് ശിവപുരാണത്തിന്റെ 3-ാം ഭാഗത്തിൽ ബ്രഹ്മാവും വിഷ്ണുവും അനുഭവിച്ച മഹാതത്വപ്രകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. സൃഷ്ടി ആരംഭിച്ചപ്പോൾ ബ്രഹ്മാവിനും വിഷ്ണുവിനും ഇടയിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന സംശയം ഉയർന്നുവന്നു. രണ്ടുപേർക്കും തങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ച് ഉറപ്പുണ്ടായിരുന്നുവെങ്കിലും പരമസത്യത്തെ അവർ പൂർണ്ണമായി ഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ അപ്രതീക്ഷിതമായി അവർക്കു മുൻപിൽ അനന്തമായ ഒരു ജ്വാലസ്തംഭം പ്രത്യക്ഷപ്പെട്ടു. ആദിയും അന്തവുമില്ലാത്ത ആ പ്രകാശം അവരുടെ ബോധത്തെ കവിഞ്ഞതായിരുന്നു. അതിന്റെ ആരംഭവും അവസാനവും കണ്ടെത്താൻ ബ്രഹ്മാവും വിഷ്ണുവും തീരുമാനിച്ചു. വിഷ്ണു താഴോട്ടും ബ്രഹ്മാവ് മുകളോട്ടും യാത്ര തിരിച്ചു. എത്ര ദൂരം സഞ്ചരിച്ചിട്ടും ആ ജ്വാലയുടെ അറ്റം രണ്ടുപേർക്കും കാണാനായില്ല. ഈ അനുഭവം ഒരു വലിയ സത്യത്തെ വെളിപ്പെടുത്തി. മഹാദേവൻ എന്നാൽ അനന്തതയാണ്, അവനെ അളക്കാൻ കഴിയില്ല, അവൻ രൂപത്തിനും അറിവിനും അതീതനാണ്. ഒടുവിൽ വിഷ്ണു തന്റെ പരിമിതിയെ അംഗീകരിച്ചു. ബ്രഹ്മാവും അതേ സത്യത്തിൽ എത്തി. അഹങ്കാരം നശിക്കുമ്പോൾ മാത്രമേ പരമസത്യത്തെ അനുഭവിക്കാൻ കഴിയൂ എന്നതാണ് ഈ സംഭവത്തിന്റെ സന്ദേശം. ഈ ജ്വാലസ്തംഭം തന്നെയാണ് പിന്നീട് ലിംഗതത്വം ആയി ആരാധിക്കപ്പെടുന്നത്. ശിവലിംഗം ഒരു കല്ലല്ല, അത് അനന്തതയുടെ പ്രതീകമാണ്, ആരംഭവും അവസാനവും ഇല്ലാത്ത പരബ്രഹ്മസ്വരൂപത്തിന്റെ ചിഹ്നം. ഇങ്ങനെ ശിവപുരാണം നമ്മെ പഠിപ്പിക്കുന്നത്: അഹങ്കാരം മനുഷ്യനെ അന്ധനാക്കും. നമ്രതയും ഭക്തിയും അവനെ സത്യത്തിലേക്ക് നയിക്കും. മഹാദേവനെ അറിയാൻ ബുദ്ധി മാത്രം പോരാ, ഭക്തിയോടെയുള്ള സമർപ്പണം വേണം. അടുത്ത വീഡിയോയിൽ ലിംഗാരാധനയുടെ അർത്ഥവും അതിന്റെ ആത്മീയ പ്രാധാന്യവും വിശദമായി മനസ്സിലാക്കാം.